നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. ഈദി അമീൻ ദാദ ഔമി, ലോകത്തിലെ ഏറ്റവും ക്രൂരനായ ഏകാധിപതി. 1971 മുതൽ 1979 വരെ ഉഗാണ്ടയുടെ പ്രസിഡന്റ്. മറ്റെല്ലാ സ്വേച്ഛാധിപതികൾക്കും രാഷ്ട്രം, വംശം തുടങ്ങിയ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ യാതൊരു ലക്ഷ്യവുമില്ലാതെ വെറുതെ ആളുകളെ വേട്ടയാടുന്ന മാരക മനുഷ്യനായിരുന്നു ഈദി അമീൻ. അമീൻ ഒരു ആത്മകഥ എഴുതുകയോ തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു രേഖാമൂലമുള്ള വിവരണം പ്രസിദ്ധീകരിക്കാൻ അനുമതി നൽകുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ജനന തീയതികളിൽ പോലും സ്ഥലങ്ങളിലും എല്ലാം ചില പൊരുത്തക്കേടുകളുണ്ട്. മിക്ക ജീവചരിത്ര വിവരണങ്ങളും അനുസരിച്ച് അദ്ദേഹം 1925 കൊബോക്കോയിലോ കമ്പാലയിലോ ആണ് ജനിച്ചത്. മറ്റ് അടിസ്ഥാനരഹിതമായ വിവരണങ്ങൾ അമീൻ്റെ ജനനവർഷം 1923-നും 28-നും ഇടയിലാണെന്നാണ് രേഖപ്പെടുത്തുന്നത്. അമീൻ്റെ മകനായ ഹുസൈൻ അമീൻ തൻ്റെ പിതാവ് 1928 കമ്പാലയിൽ ജനിച്ചു എന്നാണ് അവകാശപ്പെടുന്നത്. കക്വ വംശീയ വിഭാഗത്തിലെ അംഗമായ അമീൻ്റെ പിതാവ് ന്യാബിർ 1910 റോമൻ കത്തോലിക്ക മതത്തിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ച് മാറി തൻ്റെ പേര് അമീൻ ദാദ എന്ന് മാറ്റിയെന്നും അദ്ദേഹത്തിൻ്റെ ആദ്യ പുത്രനായ മകന് അദ്ദേഹത്തിൻ്റെ പേരാണ് നൽകിയത് എന്നും മകരെ സർവകലാശാലയിലെ ഗവേഷകനായ ഫ്രെഡ് ഗുവെഡെക്കോ പറയുന്നുണ്ട്. വടക്ക് പടിഞ്ഞാറൻ ഉഗാണ്ടയിലെ ഒരു ഗ്രാമീണ കാർഷിക പട്ടണത്തിലാണ് ഈദി അമീൻ വളർന്നത്. ചെറുപ്പത്തിൽ തന്നെ പിതാവ് ഉപേക്ഷിച്ചതിനെ തുടർന്ന് അദ്ദേഹം അമ്മയുടെ കുടുംബത്തോടൊപ്പമാണ് വളർന്നത്. ഗുവെഡെക്കോയുടെ അഭിപ്രായത്തിൽ വംശീയ ലുഗ്ബാരയും പരമ്പരാഗത ഔഷധ സസ്യ വിദഗ്ധയുമായ അസ ആട്ടെ അമീൻ്റെ അമ്മയായിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. 1941 ബോംബോയിലെ ഒരു ഇസ്ലാമിക സ്കൂളിൽ ഈദി അമീൻ ചേരുന്നു. 4ാം ക്ലാസ് മാത്രമുള്ള ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോടെ അദ്ദേഹം സ്കൂൾ പഠനം ഉപേക്ഷിച്ചു. ഏതാനും വർഷങ്ങൾക്കു ശേഷം ഒരു ബ്രിട്ടീഷ് കൊളോണിയൽ സൈന്യത്തിൽ ചേരുന്നു. കക്വ വംശജനായ പിതാവിനും ലുഗ്ബറ വംശജയായ മാതാവിനും ജനിച്ച ഈദി അമീന് 6 അടി 4 ഇഞ്ച് ഉയരവും 135 കിലോഗ്രാം ഭാരവും കറുത്ത നിറവുമാണ്. യൗവനത്തിൽ ബോക്സറായിരുന്നു അത്രേ ഈദി അമീൻ. നമുക്കറിയാവുന്നിടത്തോളം 6 ഭാര്യമാരുണ്ട്. കുട്ടികളുടെ എണ്ണം 43 മുതൽ 60 വരെയാണെന്നാണ് പറയപ്പെടുന്നത്. ആ രാജ്യത്ത് എത്ര സ്ത്രീകളുമായി അയാൾക്ക് ബന്ധമുണ്ടായിരുന്നു എന്നതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. അത്തരമൊരു ബന്ധം സ്ഥാപിക്കാൻ ഈദി അമീൻ ആരെയും കൊല്ലാനും മടിച്ചിരുന്നില്ല. 1946 ബ്രിട്ടീഷ് കൊളോണിയൽ ആർമിയുടെ കിങ്സ് ആഫ്രിക്കൻ റൈഫിൾസിൽ പാചകക്കാരനായി ചേർന്നു. ഷിഫ്റ്റ യുദ്ധത്തിൽ സൊമാലി കലാപകാരികൾക്കെതിരെയും തുടർന്ന് കെനിയയിലെ മൗമോ വിമതർക്കെതിരെയും ബ്രിട്ടീഷുകാർക്കൊപ്പം പോരാടിക്കൊണ്ട് അദ്ദേഹം ലഫ്റ്റനന്റ് പദവിയിലേക്ക് ഉയർന്നു. 1962 ഉഗാണ്ട യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷവും അമീൻ സായുധ സേവനത്തിൽ തുടർന്നിരുന്നു. മേജർ പദവിയിലേക്ക് ഉയരുകയും ചെയ്തു. 1965 ഉഗാണ്ട ആർമിയുടെ കമാൻഡറായി നിയമിതനാകുന്നു. സൈനിക ഫണ്ട് ദുരുപയോഗം ചെയ്തതിന് ഉഗാണ്ടൻ പ്രസിഡന്റ് മിൽട്ടൺ ഒബോട്ടെ തന്നെ അറസ്റ്റ് ചെയ്യാൻ പദ്ധതിയിടുന്നു എന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു അട്ടിമറി നടത്തി 1971 സ്വയം പ്രസിഡന്റായി അങ്ങ് പ്രഖ്യാപിച്ചു. ഇസ്രയേലിൻ്റെ ശക്തമായ പിന്തുണയോടെ പാശ്ചാത്യ അനുകൂല ഭരണാധികാരിയായിരുന്ന അമീൻ ലിബിയയിലെ മുഅമ്മർ ഗദ്ദാഫി, സൈറിൻ്റെ മൊബുട്ടു സെസെ സെക്കോ, സോവിയറ്റ് യൂണിയൻ, കിഴക്കൻ ജർമ്മനി എന്നിവയുടെ പിന്തുണയോടെ അധികാരത്തിലിരുന്ന കാലം മുഴുവൻ കഴിഞ്ഞു. ആഫ്രിക്കൻ ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന ഒരു പാൻ ആഫ്രിക്കൻ സംഘടനയായ ഓർഗനൈസേഷൻ ഓഫ് ആഫ്രിക്കൻ യൂണിറ്റിയുടെ നേതാവായി 1975 അമീൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 1977 മുതൽ 79 വരെ ഉഗാണ്ട ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷനിലും അംഗമായിരുന്നു. 1977 യുണൈറ്റഡ് കിങ്ഡം ഉഗാണ്ടയുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചപ്പോൾ അമീൻ ബ്രിട്ടീഷുകാർക്കെതിരെ വിജയം പ്രഖ്യാപിക്കുകയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ജേതാവ് എന്നർത്ഥം വരുന്ന CBE എന്ന പദവിയിലേക്ക് ചേരുകയും ചെയ്തു. 1970കളിൽ അമീൻ്റെ നേതൃത്വം തുടർന്നപ്പോൾ പ്രത്യേക വംശീയ വിഭാഗങ്ങളെയും രാഷ്ട്രീയ വിമതരെയും അദ്ദേഹം പീഡിപ്പിച്ചു. 1972 അദ്ദേഹം എല്ലാ ഏഷ്യക്കാരെയും രാജ്യത്ത് നിന്ന് പുറത്താക്കി. ഏകദേശം 70,000 പേർ
ഇവിടെ നിന്ന് രാജ്യത്തു നിന്ന് പോകേണ്ടി വന്നു. സമ്പദ് വ്യവസ്ഥ കുത്തനെ താഴ്ന്നു. 1976 ഒരു ഇസ്രയേൽ വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ട ഓപ്പറേഷൻ എൻഡബേയിൽ തീവ്രവാദി ഹൈജാക്കർമാരെ അമീൻ തൻ്റെ മാളികയിലേക്ക് ക്ഷണിച്ച് വിരുന്നു നൽകിയ ഭ്രാന്തൻ കൂടിയാണ് ഈദി അമീൻ. ആ കഥ ഇങ്ങനെയാണ്. 1976 ജൂണിൽ തെല്ലവീവിൽ നിന്ന് പാരീസിലേക്ക് തട്ടിക്കൊണ്ടുപോയ എയർ ഫ്രാൻസ് വിമാനം എൻഡബേ വിമാനത്താവളത്തിൽ ഇറങ്ങാൻ അമീൻ അനുവദിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് പാലസ്തീൻ എക്സ്റ്റേണൽ ഓപ്പറേഷൻസിലെ 2 അംഗങ്ങളും ജർമ്മൻ റവല്യൂഷണറി സെല്ലിനിലെ 2 അംഗങ്ങളുമായിരുന്നു ഹൈജാക്കർമാർ. 3 അധിക ഹൈജാക്കർമാരെയും സംഘത്തിലേക്ക് ചേർത്തിരുന്നു. ഇസ്രയേലി പാസ്പോർട്ടുകളില്ലാത്ത 156 ജൂതരല്ലാത്ത തടവുകാരെ മോചിപ്പിച്ച് താമസിയാതെ സുരക്ഷിത സ്ഥാനത്തേക്ക് കൊണ്ടുപോയി. എന്നിരുന്നാലും 83 ജൂതന്മാരെയും ഇസ്രയേലി പൗരന്മാരെയും ഹൈജാക്ക് ചെയ്ത എയർ ഫ്രാൻസ് വിമാനത്തിൻ്റെ ക്യാപ്റ്റനും ജീവനക്കാരും ഉൾപ്പെടെ അവരെ ഉപേക്ഷിക്കാൻ വിസമ്മതിച്ച മറ്റ് 20 പേരെയും ബന്ദികളാക്കി തുടർന്നു. 1976 ജൂലൈ 3, 4 തീയതികളിൽ ഇസ്രയേലി കമാൻഡോകളുടെ ഒരു സംഘം ഇസ്രയേലിൽ നിന്ന് പറന്നുവന്ന എൻഡബേ വിമാനത്താവളത്തിൻ്റെ നിയന്ത്രണം പിടിച്ചെടുത്തു. തുടർന്നുള്ള ഇസ്രയേലി രക്ഷാപ്രവർത്തനത്തിൽ മിക്കവാറും എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ തണ്ടർബോൾട്ട് അല്ലെങ്കിൽ ഓപ്പറേഷൻ എൻഡബേ എന്നറിയപ്പെടുന്ന ഓപ്പറേഷനിൽ 3 ബന്ദികളാണ് മരിച്ചത്. 10 പേർക്ക് പരിക്കേറ്റിരുന്നു. 7 ഹൈജാക്കർമാർ, ഏകദേശം 45 ഉഗാണ്ടൻ സൈനികർ, ഒരു ഇസ്രയേലി സൈനികൻ, യോനി നെതന്യാഹു, യൂണിറ്റിൻ്റെ നേതാവ് എന്നിവർ കൊല്ലപ്പെട്ടു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ജ്യേഷ്ഠനായിരുന്നു യോനി നെതന്യാഹു. രക്ഷാപ്രവർത്തനത്തിന് മുമ്പ് കമ്പാലയിലെ മുലാഗോ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ പ്രായമായ ജൂത ഇംഗ്ലീഷ് വനിതയായ 75-കാരിയായ ഡോറ ബ്ലോച്ച് പിന്നീട് പ്രതികാരമായി കൊല്ലപ്പെട്ടു. ഈ സംഭവം ഉഗാണ്ടയുടെ അന്താരാഷ്ട്ര ബന്ധങ്ങളെ സാരമായി ബാധിച്ചു. ഇത് ഉഗാണ്ടയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ അടച്ചുപൂട്ടാൻ പ്രേരിപ്പിച്ചു. റെയ്ഡിൽ കെനിയ നൽകിയ പിന്തുണയ്ക്ക് ശിക്ഷയായി ഉഗാണ്ടയിൽ താമസിക്കുന്ന 100 കണക്കിന് കെനിയക്കാരെ വധിക്കാൻ അമീൻ ഉത്തരവിടുന്നു. അമീൻ്റെ നേതൃത്വത്തിൽ ഉഗാണ്ട വൻതോതിലുള്ള സൈനിക നീക്കങ്ങൾ ആരംഭിച്ചു. ഇത് കെനിയയിൽ കനത്ത ആശങ്ക വിതച്ചു. 1975 ജൂൺ തുടക്കത്തിൽ മൊംബാസ തുറമുഖത്ത് ഉഗാണ്ടയിലേക്കുള്ള യാത്രാമധ്യേ കെനിയൻ ഉദ്യോഗസ്ഥർ സോവിയറ്റ് നിർമ്മിത ആയുധങ്ങളുടെ ഒരു വലിയ വാഹന വ്യൂഹം പിടിച്ചെടുത്തു. 1976 ഫെബ്രുവരിയിൽ ഉഗാണ്ടയും കെനിയയും തമ്മിലുള്ള സംഘർഷം അതിൻ്റെ പാരമ്യത്തിലെത്തുന്നു. നെയ്റോബിയിൽ നിന്ന് 32 കിലോമീറ്റർ വരെ തെക്കൻ സുഡാൻ്റെയും പടിഞ്ഞാറൻ മധ്യ കെനിയയുടെയും ഭാഗങ്ങൾ ഒരിക്കൽ കൊളോണിയൻ ഉഗാണ്ടയുടെ ഭാഗമായിരുന്നു എന്ന് ഈദി അമീൻ പറഞ്ഞു. എന്നാൽ 1 ഇഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കില്ലെന്ന് കെനിയ സർക്കാർ ദൃഢനിശ്ചയം ചെയ്തു. കെനിയ ഉഗാണ്ട അതിർത്തിയിൽ കെനിയൻ സൈന്യത്തെയും കവചിത വാഹനങ്ങളെയും വിന്യസിച്ചതിനു ശേഷം അമീൻ പിൻവാങ്ങി. റുവാണ്ടയുമായി അമീൻ പിരിമുറുക്കമുള്ള ബന്ധങ്ങൾ പുലർത്തിയിരുന്നു. കൂടാതെ മൊംബാസയിലേക്ക് വാണിജ്യ ട്രക്കുകൾ പ്രവേശിക്കുന്നത് തടഞ്ഞും കിഗാലിയിൽ ബോംബ് വയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയും അദ്ദേഹം രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഭീഷണിപ്പെടുത്തുന്നതും പതിവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണത്തിലെ ആരോഗ്യമന്ത്രി തന്നെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ ആർക്കും അറിയാത്ത കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. മനുഷ്യമാംസത്തിൻ്റെ രുചിയെക്കുറിച്ച് ഈദി അമീൻ നിരവധി മന്ത്രിമാരോട് സംസാരിച്ചതായും അതിനെ പുള്ളിപ്പുലിയോടും കുരങ്ങൻ്റെ മാംസത്തോടുമൊക്കെ ഉപമിച്ചതായും അദ്ദേഹം ഓട്ടോബയോഗ്രാഫിയിൽ പറയുന്നുണ്ട്. രാജ്യതലസ്ഥാനമായ കമ്പാലയിലെ സർക്കാർ ആശുപത്രിയിൽ ശരീരഭാഗങ്ങൾ നഷ്ടപ്പെടുന്നത് പതിവായിരുന്നുവെന്നും പറയുന്നു. ഇതുവരെ ഈദി അമീൻ കൊല്ലപ്പെടുത്തിയവരുടെ എണ്ണം 3 ലക്ഷത്തിൽ അധികമാണ് എന്നാണ് ഒരു ഏകദേശ കണക്ക്. 1978 ടാർസാനിയയിലെ കഗേര മേഖല പിടിച്ചെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. ഇത് ടാർസാനിയൻ പ്രസിഡന്റ് ജൂലിയസ് നെറേറയ്ക്ക് ഉഗാണ്ടയിലെ സൈനികരെ അയക്കാൻ പ്രേരിപ്പിച്ചിരുന്നു. അവിടെ അവർ 1979 ഏപ്രിൽ 11 കമ്പാല പിടിച്ചെടുക്കുകയും അമീനെ സ്ഥാനഭ്രഷ്ടനാക്കുകയും ചെയ്തു. അമീൻ അങ്ങനെ നാടുകടത്തപ്പെട്ടു. ആദ്യം ലിബിയയിലേക്കും പിന്നീട് ഇറാഖിലേക്കും ഒടുവിൽ സൗദി അറേബ്യയിലേക്കും ആണ് നാടുകടത്തപ്പെട്ടത്. 2003 ഓഗസ്റ്റ് 16 78-ാമത്തെ വയസ്സിൽ അവിടെ വെച്ച് മരിച്ചു. 2003 ജൂലൈ 19 സൗദി അറേബ്യയിലെ ജിദ്ദയിലുള്ള കിങ് ഫൈസൽ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻ്ററിൽ വെച്ച് അമീൻ കോമയിലാണെന്നും മരണത്തോട് അടുക്കുകയാണെന്നും അദ്ദേഹത്തിൻ്റെ 4ാമത്തെ ഭാര്യ നലോങ്കോ മദീന റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉഗാണ്ടൻ പ്രസിഡന്റ് യോവേരി മുസേവിനിയോട് ഇനിയുള്ള ജീവിതകാലം
അവിടെ തുടരാൻ, രാജ്യത്ത് തിരിച്ചുവരാൻ അനുവദിക്കണമെന്ന് ഭാര്യ അപേക്ഷിച്ചു. എന്നാൽ മരണക്കിടക്കയിൽ പോലും അന്നത്തെ സർക്കാർ ഉഗാണ്ടയിലേക്ക് ഈദി അമീനെ തിരിച്ചു കൊണ്ടുവരാൻ തയ്യാറായില്ല. അമീൻ്റെ കുടുംബം ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ലൈഫ് സപ്പോർട്ട് വിച്ഛേദിക്കാൻ തീരുമാനിക്കുകയാണ്. 2003 ഓഗസ്റ്റ് 16 ജിദ്ദയിലെ ഒരു ആശുപത്രിയിലാണ് അദ്ദേഹം മരിച്ചത്. ജിദ്ദയിലെ റുവൈസ് സെമിത്തേരിയിലെ ഒരു എളിയ സെമിത്തേരിയിൽ ഒരു ചടങ്ങുമില്ലാതെ ഈദി അമീനെ സംസ്കരിച്ചു. കൂടുതൽ കഥകളുമായി വീണ്ടും വരാം. ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യൂ.